പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പെന്തക്കുസ്തായുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ വലിയ അഭിഷേകത്തോടു കൂടിയുള്ള കടന്നുവരവുമെല്ലാം നമ്മൾ ഇന്നലെ ധ്യാന വിഷയമാക്കി. ഒരുപക്ഷെ ആത്മാഭിഷേകത്തോടു കൂടി നടക്കുന്നവനെല്ലാം സാധ്യമാണ് എന്ന ഒരു വലിയ ചിന്ത നമ്മളിൽ ലഭിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു വിഷയമാണ്. പെന്തക്കുസ്ത എന്ന് പറയുന്നത് 50-ാം ദിവസത്തിൻ്റെ തിരുനാളാഘോഷമാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പെന്തക്കുസ്ത എന്നാൽ സഭയുടെ ആരംഭം കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്ന ദിനമാണ് പെന്തക്കുസ്ത തിരുനാൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പെന്തക്കുസ്തയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തന്ന വലിയ കൃപയായ പരിശുദ്ധ സഭയെ പറ്റിയാണ്. പരിശുദ്ധ സഭയെ പറ്റിയാണ്. സഭയുടെ ഔദ്യോഗികമായ ആരംഭം കുറിക്കുന്നത് പെന്തക്കുസ്തായിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ സഭയ്ക്ക് എന്നുമെന്നും ഊടും പാവും നെയ്യാൻ, സഭയെ വേണ്ട രീതിയിലെല്ലാം നയിക്കപ്പെടാൻ, വേണ്ട രീതിയിലെല്ലാം നമ്മളെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. ആത്മാഭിഷേകത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന്. ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് എങ്കിൽ സഭയും ഈശോയുടെ മനസ്സിൽ രൂപപ്പെട്ടതാണ് എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് സഭ എന്ന് ചോദിക്കുമ്പോൾ സഭാശാസ്ത്രം, എക്ലേസിയോളജി ഒത്തിരി നിർവചനങ്ങൾ സഭയെപ്പറ്റി പറയാറുണ്ട്. എന്നാൽ ഈ പെന്തക്കുസ്ത ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ലളിതമായ നിർവചനം സഭ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്നാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സഭ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നതും ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിലൂടെ തുടരപ്പെടുന്നതുമായ മുന്നോട്ടു പോകുന്നതുമായ ഒരു സംവിധാനത്തെയാണ് നമ്മൾ സഭ എന്ന് വിളിക്കുന്നത്. ഈശോയുടെ മനസ്സിലൊരു സഭയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മളത് സുവിശേഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഈശോയുടെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നൊരു സഭ ഇവിടെ നമുക്ക് കൃത്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ ഈശോ കൽപ്പിക്കുന്നു.
മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചനങ്ങളിലും ഇതേ വചനങ്ങൾ നമ്മൾ കാണുന്നു. ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും സുവിശേഷം അറിയിക്കാനായിട്ട് പറയുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ ഒരുപക്ഷെ സഭയെപ്പറ്റി വളരെ ഡിറക്റ്റ് ആയിട്ട്, വളരെ നേരിട്ടുള്ള ഈശോയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അതിപ്രകാരമാണ് പറയുക: ഞാൻ നിന്നോട് പറയുന്നു. ആ സംഭവം നമുക്കറിയാം. കേസറിയ ഫിലിപ്പി പ്രദേശത്തു കൂടി ഈശോ കടന്നു പോകുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞ് പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന്. അങ്ങനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പത്രോസിനോട് ഈശോ പറയുന്ന മറുപടിയാണ് അവിടെ സഭാശാസ്ത്രം വിവക്ഷിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സഭ ഈശോ വിഭാവനം ചെയ്യുന്നത് നമ്മളവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുകയാണ്. ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിൽ വീണ്ടും ഈശോ വിഭാവനം ചെയ്യുന്ന സഭയെ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, നമുക്ക് സംഭവം അറിയാം. ഈശോയുടെ തിബേരിയൂസ് കടലിൻ്റെ തീരത്താണ് നിൽക്കുക. തിബേരിയൂസ് കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ അപ്പസ്തോലന്മാരെല്ലാം മീൻ പിടിക്കാനായിട്ട് വള്ളത്തിലുണ്ട്. അവിടെ നിന്ന് മീനിനെയും കൊണ്ടുവരുന്ന അവരിൽ നിന്ന് ഒരു കഷ്ണം അപ്പമെടുത്ത് അവർക്ക് അവരുടെ ഇടയിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കി കൊടുത്തിട്ട് ഈശോ പത്രോസിനോട് ചോദിക്കുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുക, എൻ്റെ സഭയെ നീ നയിക്കണമെന്നാണ്, എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കണമെന്നാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയാണ് പെന്തക്കോസ്തായുടെ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. യേശുക്രിസ്തു വിഭാവനം ചെയ്ത സഭയാണ് പെന്തക്കോസ്തായുടെ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ സഭ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് മത്തായി 28:16 മർക്കോസ് 16:15 മത്തായിയുടെ സുവിശേഷം 16-18 മുതലുള്ള വചനങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിലുമെല്ലാം നമ്മൾ കണ്ടത്. ഈ സഭയ്ക്ക് ഒരാത്മീയമായ നേതൃത്വം പോലും ഈശോ തന്നെയാണ് കൊടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ ഈശോ തന്നെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇപ്രകാരമാണ്: പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങൾക്ക് വേണ്ടി അവൻ 12 പേരെ നിയോഗിക്കുകയാണ്. തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ, ദുഷ്ടാരൂപികളെ മോചിക്കാൻ, പൈശാചിക ബന്ധനങ്ങളെ ഇല്ലാതാക്കാൻ. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി അവൻ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. അഥവാ സഭയുടെ ഒരു നേതൃത്വ ശൈലി അവൻ രൂപം കൊടുത്തു. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഇത് കുറെ കൂടി വ്യക്തമായിട്ട് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അവൻ തന്നെ അനുഗമിച്ച കൂട്ടത്തിൽ നിന്ന് 12 പേരെ പ്രത്യേകമായിട്ട്
തെരഞ്ഞെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെയാണ് അപ്പസ്തോലന്മാരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പസ്തോലന്മാരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പെന്തക്കുസ്തായ്ക്ക് ശേഷം നടക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടതായിരുന്നു സഭ എന്ന്. അവനൊരു മലമുകളിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. താഴേക്കിറങ്ങി വന്നപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, അത്ഭുതം കണ്ടവരുണ്ടായിരുന്നു, ഒരുപക്ഷെ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകാൻ വന്നവരുണ്ടായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവൻ അവരിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ വിളിച്ച പേരാണ് അപ്പസ്തോലന്മാരെന്ന്. ഇങ്ങനെ ഈശോയുടെ മനസ്സിൽ രൂപം പ്രാപിച്ച ഒരു സഭാ സമൂഹവുമായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ സഭയെ കണ്ടെത്തുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പെന്തക്കുസ്താ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടതായിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത് പെന്തക്കുസ്താ ദിനത്തിലും. എവിടെയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്? അത് സെഹിയോനൂട്ട് ശാലയിലായിരുന്നു. അതൊരു വലിയ കൺവെൻഷൻ ഗ്രൗണ്ടിലൊന്നും ആയിരുന്നില്ല. അവിടെ ലക്ഷക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായത്തിൽ മത്തിയാസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അവരൊരുമിച്ച് കൂടി യൂദാസിൻ്റെ പോരായ്മ നികത്താനായിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ 120ഓളം പേരുണ്ടായിരുന്നു എന്ന് അപ്പസ്തോല നടപടികളുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ സെഹിയോനൂട്ട് ശാലയിൽ അപ്പസ്തോലന്മാരോടൊപ്പം പരിശുദ്ധയമ്മ മാത്രമാണോ ഉണ്ടായിരുന്നത്, അതോ ഈ 120 പേരും ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും നമ്മുടെ സഭയുടെ ആരംഭം വളരെ ലളിതമായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് സെഹിയോനൂട്ട് ശാലയിൽ സംഭവിച്ചൊരു സംഭവമാണ്. പെന്തക്കുസ്താ നടക്കുന്ന സ്ഥലമാണ് സെഹിയോനൂട്ട് ശാല. സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സെഹിയോനൂട്ട് ശാല എന്ന് പറയുന്നത്. ഒരു വീടിൻ്റെ 1-ാം നിലയാണ് സെഹിയോനൂട്ട് ശാല. ഒരു വീടിൻ്റെ 1-ാം നില, ഫസ്റ്റ് ഫ്ലോർ. പലസ്തീനായിലെ വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ, യഹൂദരുടെ വീടുകൾ പരിശോധിച്ചാൽ, അതൊരു 2 നിലയായിട്ട് പണിയപ്പെടുമ്പോൾ അതിൻ്റെ മുകളിലത്തെ നില അവരൊരുപക്ഷെ അവരുടെ ഗസ്റ്റിന് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ സാധന സാമഗ്രികളൊക്കെ സൂക്ഷിക്കാൻ അവരുപയോഗിച്ചിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ചില സ്ഥലത്ത് പറയുക മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട് എന്നാണ്. ഈ യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലാണ് രക്ഷാകര ദൗത്യത്തിൻ്റെ കാതലായ സംഭവങ്ങളെല്ലാം നടന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈശോ ജെറുസലേമിൽ ചെന്നപ്പോഴെല്ലാം താമസിച്ചിരുന്ന വീടാണ് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നസ്രത്തിൽ ജീവിച്ചിരുന്ന ഈശോ എന്തിനാണ് ജെറുസലേമിൽ പോയത്? നമുക്കറിയാം, തിരുനാൾ ആഘോഷത്തിനാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരൊറ്റ ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേം ദേവാലയമാണ്. നമുക്കൊക്കെ ഇടവക പള്ളികളുള്ളതുപോലെ അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. സിനഗോഗ് പ്രാർത്ഥനയുടെ സ്ഥലമാണ്, വചന വായനയുടെ സ്ഥലമാണ്, വചന വ്യാഖ്യാനത്തിൻ്റെ സ്ഥലമാണ്. 3 കാര്യങ്ങളാണ് സിനഗോഗിൽ നടക്കുക. ഈശോ സിനഗോഗിൽ ചെല്ലുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈശോ സിനഗോഗിൽ ചെല്ലുമ്പോൾ അവിടെ വചനം വായിക്കുന്നു, വചനം വ്യാഖ്യാനിക്കുന്നു, പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നു. എന്നാൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് ആരാധിക്കണമെങ്കിൽ, അവന് ബലിയർപ്പിക്കണമെങ്കിൽ അവൻ ആണ്ടിലൊരു പ്രാവശ്യം പെസഹ തിരുനാളിന് അവൻ്റെ ഏക ദേവാലയം എന്ന് വിളിക്കുന്ന ജെറുസലേം ദേവാലയത്തിൽ വരണമായിരുന്നു. ഈശോയെ പറ്റി പറയുക, ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച, അതും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച, ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച ഈശോ എല്ലാ തിരുനാളുകളിലും ജെറുസലേമിൽ പോയിരുന്നു. അങ്ങനെ ജെറുസലേമിൽ ചെല്ലുമ്പോഴെല്ലാം അവൻ താമസിച്ചിരുന്ന വീടാണ് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് അന്ത്യ അത്താഴം സംഭവിക്കുന്നത്. ഈ വീട്ടിൽ നിന്നാണ് ഈശോ തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പീഡാസഹന മരണരംഗങ്ങളിലേക്ക് കടന്നു പോകുന്നത്.
ഈ വീട്ടിൽ തന്നെയാണ് പന്തക്കുസ്തയും സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ പന്തക്കുസ്തായുടെ ദിവസം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിവസം, അവിടെ സെഹിയോനൂട്ടുശാല എന്ന് നമ്മൾ വിളിക്കുന്ന മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിൽ വളരെ ലളിതമായി സംഭവിച്ച ഒരാത്മാഭിഷേകത്തിൻ്റെ വിത്താണ് ഇന്ന് നമ്മൾ കാണുന്ന കത്തോലിക്ക സഭ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടി പരിശുദ്ധയമ്മയുടെ മേലും അപ്പസ്തോലന്മാരുടെ മേലും എഴുന്നള്ളി വന്ന ഒരു വലിയ സംഭവം. ഒരുപക്ഷെ ഈ ഭവനത്തെ വീണ്ടും നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 12-ാം അധ്യായത്തിൽ ഒരുപക്ഷെ ഹെറോദേസ് രാജാവ് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ചങ്ങലകൾ കൊണ്ട് പൂട്ടി പിറ്റേ ദിവസം അവനെ വധിക്കാൻ ആലോചന നടത്തുമ്പോൾ, അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു രാത്രിയിൽ അത്ഭുതകരമായിട്ട് അവൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു പോകുന്നു, കാരാഗ്രഹം തുറക്കപ്പെടുന്നു. ദൈവദൂതന്മാർ അവനെ കൊണ്ടുവന്ന് രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നു. അപ്പോഴാണ് അവന് ബോധ്യമുണ്ടാവുക, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം. അവിടെ പറയുന്നത്, താൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, തനിക്ക് സുബോധമുണ്ടായപ്പോൾ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 12-ാം അധ്യായം പറയുന്നത് ഇപ്രകാരമാണ്. അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ, അവൻ മർക്കോസ് എന്ന് 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് ഞാൻ വായിക്കുക. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന പരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുക, പന്തക്കുസ്താനുഭവത്തിൻ്റെ ഒരു ധ്യാനം നമ്മൾ നടത്തുമ്പോൾ, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ വീട് നമ്മൾ പരിചയപ്പെടാതെ പോകല്ലേ. മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്. ആ വീട്ടിൽ വെച്ചുണ്ടായ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിന്ന് സഭ രൂപം കൊള്ളുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്തായിരുന്നു പിന്നെ സഭയുടെ പ്രത്യേകത? നമുക്കറിയാം, അവിടെ ഈ തിരുനാളാഘോഷത്തിന് വന്നിരുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേൾക്കുന്നു, ആളുകളെല്ലാം ഓടിക്കൂടുന്നു. പത്രോസ് ആദ്യമായി വചനപ്രഘോഷണം നടത്തുന്നു. ആത്മാഭിഷേകത്തോടുകൂടിയുള്ള ആദ്യത്തെ വചനപ്രഘോഷണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം സഭയിലെ വചനപ്രഘോഷണത്തിൻ്റെ പ്രവർത്തനമായിരുന്നു എന്ന് നമ്മളിവിടെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ 2-ാം ദിവസം പെന്തക്കുസ്തായുടെ വിചിന്തനം നടത്തുമ്പോൾ സഭയെപ്പറ്റി ചിന്തിക്കണം. സഭ നമ്മുടെ വിചിന്തനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും കടന്നു വരണം. അവിടെ 3000 പേര് മാനസാന്തരപ്പെട്ടു, അഥവാ 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു. പിന്നീട് അങ്ങോട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യ അധ്യായങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ സഭ വളരുകയാണ്. എല്ലാവരും സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾ ഒരുപാടാകുന്നു. അപ്പസ്തോലന്മാർക്ക് വചനപ്രഘോഷണത്തിന് മാത്രമായിട്ട് സമയം നീക്കിവെക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു. സ്തെഫാനോസ്, ആദ്യത്തെ ഡീക്കന്മാരിൽപ്പെട്ട സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറുന്നു. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പെന്തക്കുസ്തായിൽ രൂപപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 10-11 അധ്യായങ്ങളിലാണ്. ഒരുപക്ഷെ ആ അധ്യായങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ സഭയുടെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊർണേലിയൂസ് എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ആ സംഭവം അറിയാവുന്നവരാണ്. ഇല്ലെങ്കിൽ 10-11 അധ്യായങ്ങൾ ഈ വിചിന്തനത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് വായിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ. കൊർണേലിയൂസ് ഒരു വിജാതീയനാണ്. കൊർണേലിയൂസിനെ പറ്റി പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ ഇതാണ്. കൊർണേലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു. അവൻ ഇത്തലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലൊരു ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവനായിരുന്നു. അവൻ ജനങ്ങൾക്കു ദാനമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നവനായിരുന്നു. ഒരു നല്ല മനുഷ്യൻ. പക്ഷേ അവനൊരു വിജാതീയനായിരുന്നു. കൊർണേലിയൂസിന് ഒരു ദിവസം ഒരു ദർശനമുണ്ടാകുന്നു.
നീ പത്രോസിനെ വിളിച്ചു വരുത്തി അവനിൽ നിന്ന് വചനം കേൾക്കണം. പത്രോസിനൊരു ദർശനമുണ്ടാകുന്നു. നീ കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ പോയി അവനോട് വചനം പറയണം. അങ്ങനെ കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്ന പത്രോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് ഭാഗങ്ങൾ ഞാൻ വിട്ടുകളയുകയാണ് പ്രിയപ്പെട്ടവരെ. 10-ാം അധ്യായത്തിൻ്റെ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 47-48 വചനങ്ങൾ നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട 2 വചനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുക. അതിപ്രകാരമാണ്: അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാനജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു വിജാതീയ സമൂഹത്തിന് മാമോദീസ കൊടുക്കാനായിട്ട് അവിടെ കൽപ്പന വരികയാണ്. വിജാതീയ സമൂഹത്തിന് മാമോദീസ കൊടുക്കാൻ. അതിന് പത്രോസ് പറയുന്ന ന്യായവാദം ഇത് മാത്രമാണ്: നമ്മെ പോലെ തന്നെ അവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാഭിഷേകത്തെ തടയാൻ നമ്മൾ ആരാണ്? പന്തക്കുസ്തായുടെ 2-ാമത്തെ ദിനത്തിൽ നമ്മൾ ഒരു വിചിന്തനം നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത്, സഭയിൽ യഥാർത്ഥമായ അംഗത്വം ഉണ്ടാകണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത ആത്മാഭിഷേകമാണ്. അവൻ അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കേണ്ട യോഗ്യത ആത്മാഭിഷേകമാണ്. ഒരു പക്ഷേ ആ ആത്മാഭിഷേകത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുമ്പോൾ അത് നമുക്ക് കൂദാശകളിലൂടെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ കിട്ടുന്നതായിരിക്കും. സഭയിൽ കൃത്യതയോടെ നിലനിൽക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ സഭയുടെ ഭാഗമായി നിൽക്കണം. പരിശുദ്ധാത്മാഭിഷേകം കൃത്യതയോടെ നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ കടന്നു വരുന്ന സഭയുടെ വളർച്ച പിന്നെ നമുക്കറിയാവുന്നതാണല്ലോ പ്രിയപ്പെട്ടവരെ. ലോകത്തിൻ്റെ വിജാതീയർക്ക് പോലും ദൈവവചനം സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഭ വളർന്നു പന്തലിക്കുകയാണ്. തോമാശ്ലീഹ ഭാരതത്തിലേക്ക് വരുന്നു. അപ്പസ്തോലന്മാർ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇന്ന് നമ്മുടെ സഭയ്ക്ക് ഓരോ കാലഘട്ടത്തിലും വ്യക്തതയോടെ നയിക്കാൻ മാർപ്പാപ്പമാരുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 266-ാമത്തെ മാർപ്പാപ്പയാണ്. ഇന്ന് നമുക്ക് സഭയ്ക്ക് 4000-ഓളം മെത്രാന്മാരുണ്ട്. 5 ലക്ഷത്തിലധികം വരുന്ന പുരോഹിതരുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന സമർപ്പിത സമൂഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയുടെ വളർച്ച അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വിജാതീയ സമൂഹത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ പത്രോസ് പറഞ്ഞ ഏക കണ്ടീഷൻ, നമ്മളെപ്പോലെ തന്നെ ഇവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെങ്കിൽ ജ്ഞാനസ്നാനജലം നിഷേധിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഈ പെന്തക്കുസ്തായുടെ ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഇത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയോടൊത്ത് ജീവിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയിൽ ആത്മീയതയിൽ നിറഞ്ഞു ജീവിക്കണോ, അവിടെ ആത്മാഭിഷേകമുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുണ്ടാകണം. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തമായ ഒരു വളർച്ചയിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ അവിടെ ആത്മാഭിഷേകത്തിൻ്റെ വഴി നമുക്ക് തുറന്നു കിട്ടണം എന്നർത്ഥം. ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സഭയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൻ്റെ ആരാധന നമ്മൾ നടത്താനായിട്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പെന്തക്കുസ്തായുടെ വിചിന്തനം നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ചിന്താഗതി നമ്മുടെ സഭയായിരിക്കണം. നമ്മുടെ സഭ എന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ്. സുവിശേഷത്തിൽ ഈശോ വിഭാവനം ചെയ്ത സഭ, പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തന നിരതമാകുന്ന സഭ, ആ സഭയിൽ ഏറ്റവും അനുയോജ്യമായൊരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണമേ എന്ന്, അങ്ങനെ ആത്മാഭിഷേകത്തിൻ്റെ വരദാനങ്ങളിലൂടെ വളർന്നു വന്ന് സഭയിലൂടെ യേശു ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു. ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി തീരുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമേ, ഈ സമയം വീണ്ടും നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനത്തെ, മഹാഭാഗ്യത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പെന്തക്കുസ്തായുടെ അനുഭവത്തിന് മറ്റൊരു രംഗമുണ്ട് എന്ന് ഇന്നത്തെ വിചിന്തനത്തിൽ ഞങ്ങൾ കാണുകയായിരുന്നു. ഞങ്ങളുടെ സഭ ഔദ്യോഗികമായി ആരംഭം കുറിച്ചു പെന്തക്കുസ്തായിൽ. ഈശോയുടെ മനസ്സിൽ രൂപം കൊണ്ട, നമ്മുടെ കർത്താവ് മനസ്സിൽ വിഭാവനം ചെയ്ത സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഈശോയെ, ഞങ്ങളൊക്കെ സഭയുടെ ഭാഗമാണ് മാമോദീസായിലൂടെ. ഈശോയെ, നിന്റെ മുൻപിൽ, ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ എത്രയോ തവണ ഞങ്ങൾ വന്നു നിൽക്കുന്നു, ഞങ്ങൾ മുട്ടുമടക്കുന്നു, ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈശോ, എത്രയോ തവണ ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, കടന്നു പോകുന്നു. സഭയിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷയും അർത്ഥവത്താക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ സമയം ഞങ്ങൾ നിന്നോടുകൂടിയുള്ളത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയെ, നീ മനസ്സിൽ കോറിയിട്ട സഭ
നീ നേതൃത്വം കൊടുത്ത സഭ, നീ നേതൃത്വത്തെ കണ്ടുപിടിച്ച സഭ. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ വലിയ പ്രഖ്യാപനങ്ങളെല്ലാം നിലനിന്നത് നിന്റെ സഹായകൻ ഈ സഭയെ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ്. ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. ഈശോയെ, ഞങ്ങളുടെ സഭയിലേക്ക് ഒരു പുതിയ പെന്തക്കോസ്തായ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാർഹിക സഭ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ച ഞങ്ങളുടെ കുടുംബങ്ങളാണ് ഈശോയെ ഏറ്റവും അടിസ്ഥാന ഘടകം സഭയുടെ. ആരാധനയുടെ ഈ സമയത്ത് ഞങ്ങളുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈശോ ഈ സമയം നിന്റെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാരൂപിയുടെ എല്ലാ വരദാനങ്ങളും ലഭിക്കാൻ ആത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക, ജീവനുതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പാപം നീതി ന്യായ വിധി ബോധമേകിടാൻ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. പാപം നീതി ന്യായ വിധി ബോധമേകിടാൻ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനൂതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനൂതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബത്തെ നമ്മളിപ്പോൾ സമർപ്പിക്കുന്നു. കുടുംബനാഥൻ, കുടുംബനാഥ, കുടുംബത്തിലെ കാരണവന്മാർ, മക്കൾ, മരുമക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മനോഹരമായ ഒരു സങ്കല്പമാണ് കുടുംബം. ആ കുടുംബത്തിൽ പോലും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവ് കൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളെയും നമുക്കിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ വാസസ്ഥലമായി മാറ്റണമേ, നിന്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഇടമായിട്ട് മാറ്റണമേ. സക്കേവൂസിൻ്റെ കുടുംബം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു ഈശോയെ. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചിരുന്നവനായിരുന്നു. അവൻ മരത്തിൻ മുകളിൽ കയറി കാത്തിരുന്നു. ഈശോ അവൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ ഒന്നുമായിരുന്നില്ല രക്ഷ കൈവന്നത് എന്ന് ഞങ്ങൾ കാണുന്നു. ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരികയും
അവിടുത്തെ എല്ലാ പാപമാലിന്യങ്ങളും അന്യായമായി സമ്പാദിച്ചതും എല്ലാം നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ ഈശോയെ നിന്റെ രക്ഷ കൊണ്ടുവരികയായിരുന്നു. സഭയിൽ രക്ഷ വേണമെങ്കിൽ കുടുംബത്തിൽ രക്ഷയുണ്ടാകണം. സഭയിൽ ആത്മാഭിഷേകം ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ ആത്മാഭിഷേകം ഉണ്ടാകണം. ഈശോ ഈ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ നിന്റെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയുടെ ഭാഗമാകുന്ന സകല കുടുംബങ്ങളെയും നിന്റെ സന്നിധിയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആശാസ്യമല്ലാതിരിക്കുന്ന സകലതിനെയും ശരിയല്ലാതിരിക്കുന്ന സകലതിനെയും നീക്കിക്കളയണമേ തമ്പുരാനേ. കല്ലായുള്ള ഉള്ളങ്ങളെ തകർത്തിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. കല്ലായുള്ള ഉള്ളങ്ങളെ തകർത്തിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനോതുക ജീവദായക, ജീവനാളമാ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതി ഞങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് നിന്റെ സന്നിധിയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലെ ആ പ്രത്യേക അംഗത്തിന്റെ പേര് പറഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഏറ്റവും താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പന്തക്കുസ്ത അവന് ഒരു മാറ്റത്തിന്റെ ദിനമായി മാറട്ടെ, ഒരു മാനസാന്തരത്തിന്റെ ദിനമായി മാറട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ദിനമായി പന്തക്കുസ്ത അവനിലേക്ക് കടന്നു വരട്ടെ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനമില്ലായ്മയ്ക്ക് കാരണമായി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഒട്ടും ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അത് മാറ്റി നിർത്താനുള്ള നട്ടെല്ല്, അത് മാറ്റി നിർത്താനുള്ള തൻ്റെ ഇടം, അതിൻ്റെ മുൻപിലൊക്കെ നോ എന്ന് പറയാനുള്ള ഒരു വലിയ ആദർശനിഷ്ഠ ദൈവമേ ഞങ്ങളിലെല്ലാം ഈ പെന്തക്കുസ്തായിൽ തരണമേ. പാപം നീതി ന്യായ വിധി ബോധമേകിടാൻ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. പാപം നീതി ന്യായ വിധി ബോധമേകിടാൻ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനോതുക ജീവദായക, ജീവനാളമാ ഇരിഞ്ഞു തീരുവാൻ. ജീവനോതുക ജീവദായക, ജീവനാളമാ ഇരിഞ്ഞു തീരുവാൻ. ജീവനോതുക ജീവദായക, ജീവനാളമാ ഇരിഞ്ഞു തീരുവാൻ. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം ഈ സമയത്ത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തെ പ്രത്യേകമായി നിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഈശോയെ, സഭയിലെ ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേരേണ്ടത് കുടുംബങ്ങളുടെ കൂട്ടായ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇടവക സമൂഹത്തിലേക്കാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എ പാരിഷ് ഈസ് ദ ഫാമിലി ഓഫ് ഫാമിലീസ്. കുടുംബങ്ങളുടെ കുടുംബമാണത്. കുടുംബങ്ങൾ ഒന്നു ചേരുന്ന കൂട്ടായ്മയാണ്. ദൈവമേ, ഞങ്ങളെ നയിക്കുന്ന വികാരിയച്ഛൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ എന്നും ക്രമപ്പെടുത്താൻ ഞങ്ങളുടെ ഇടവകയിൽ അധ്വാനം ചെയ്യുന്ന വൈദികർ, സന്യാസിനി സന്യാസിമാർ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നവർ, ഈശോയെ സഭ ആരംഭിച്ച പെന്തക്കുസ്തായുടെ ദിവസം മുതൽ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകാൻ സഭ ഞങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നവരാണവർ. ആരാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ? അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ പ്രതിനിധികളായി ഞങ്ങളുടെ ഇടവകകളിലേക്ക് കടന്നു വന്നവർ. ദൈവമേ,
അവരിൽ ആത്മാഭിഷേകം നൽകണമേ. തെറ്റുകളും കുറവുകളും പോരായ്മകളും ഒരുപാടുണ്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ദൈവമേ, ഈ ആരാധനയുടെ നിമിഷത്തിൽ അവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചതോ അതെല്ലാം ദൈവമേ നിന്റെ സന്നിധിയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശുദ്ധാത്മാവേ, അവരുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ഒരു ഇടവക ദേവാലയം പ്രവർത്തിക്കുന്നത് ഒരു വികാരി അച്ഛനാൽ മാത്രമല്ല. ദൈവമേ, എന്നും ഒരുപക്ഷെ വികാരി അച്ഛനേക്കാൾ മുമ്പ് ഞങ്ങളുടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഒരു ദേവാലയ ശുശ്രൂഷി, ഒരു കപ്യാർ ഞങ്ങളുടെ ഇടവകയ്ക്കുണ്ട്. ആരുമറിയാത്ത നിരവധിയായ സേവനങ്ങൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നു. ദൈവമേ, ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കുകയാണ്. കൈക്കാരന്മാരായി, ഫാമിലി യൂണിറ്റിൻ്റെ ഭാരവാഹികളായി, കമ്മിറ്റി അംഗങ്ങളായി, കൗൺസിൽ അംഗങ്ങളായി, സംഘടനകളുടെ ഭാരവാഹികളായി, ദൈവമേ, ഞങ്ങളുടെ ഇടവക സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള എല്ലാ ആത്മായ പ്രേക്ഷിതരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ പ്രത്യേകമായി ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈശോയെ, ഒരു മാർപ്പാപ്പയല്ലല്ലോ ഒരു സഭയെ നയിക്കുന്നത്. ദൈവമേ, ഇവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഇവരിലെല്ലാം നിന്റെ ആത്മാഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. കൃപയേകണമേ ദൈവമേ, കരുണയേകണമേ ദൈവമേ, ആത്മാഭിഷേകം നൽകണമേ ദൈവമേ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക, ജീവനുതുക ജീവദായക, ജീവനാളമാ ഇരിഞ്ഞു തീരുവാ. ഈശോ, ഞങ്ങളുടെ എല്ലാ മെത്രാന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണവർ. അവൻ മലമുകളിൽ നിന്നൊരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ കണ്ട തൻ്റെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് തന്നെ പിന്തുടർന്നവരിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് നൽകി. ഇതാണ് സഭാശാസ്ത്രം പഠിപ്പിക്കുന്നത്. തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ, ഐക്യപ്പെടാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സഭയെ നയിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, പ്രസംഗിക്കാൻ, ഐക്യപ്പെടാൻ ഈശോ ഞങ്ങളോടൊപ്പമുള്ള എല്ലാ മെത്രാന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന മെത്രാന്മാരെയും പ്രത്യേകമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്താൽ അവരെ നയിക്കണമേ. ഒപ്പം പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പയെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് നടത്തുന്ന വലിയ ചലനങ്ങൾ, ലോകത്തിൻ്റെ മുൻപിൽ നടത്തുന്ന വലിയ സാക്ഷ്യം, ദൈവമേ, ഞങ്ങൾക്ക് തന്നെ അഭിമാനമാണ്. എല്ലാവരെയും നിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ ആശീർവാദത്തിനായി ഒരുങ്ങുകയാണ്. ദൈവമേ, ഞങ്ങളെ ആശീർവദിച്ചാലും. ആരാധനയുടെ സമയങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന, ആരാധന, ആയിരം ആരാധന.